ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മക്കൾസിനൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ രുചികരമായ 2 തരം സ്വീറ്റ്സാണ് നമ്മൾ ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ സ്വീറ്റ്സ് ഉള്ളത്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചക്ക കുരിയൊക്കെ കളഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിലൊക്കെ വരുത്തുമ്പോഴേക്കും ചക്ക വെന്തിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ചക്ക വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഇതുപോലെ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് വെള്ളം ഉള്ളതിനോട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒന്ന് അരച്ചെടുക്കുക. ഇനി ഞാനൊരു പാനിലേക്ക് ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതിലേക്ക് അതൊന്ന് നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ശർക്കര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇതുപോലെ നല്ലൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. മീഡിയത്തിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ. അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അടിയിലൊന്നും പിടിക്കൂല, നല്ല വൃത്തിയായി കിട്ടും. അതുപോലെ അടി പിടിക്കാതെ മറ്റത് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഏലക്കപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ചെറു തീയിൽ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ. ഇനി ഞാൻ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മൈദയാണ്. 1/2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നല്ലൊന്നും ഇങ്ങനെ മിക്സാക്കി എടുക്കുക. കെട്ടാതെ നോക്കണം, കട്ടയൊന്നും ഇല്ലാതെ നോക്കണം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുക. തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് തന്നെ അതുപോലെയൊക്കെ ചെയ്യണം. ഞാൻ ഫുള്ളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരച്ചതും 1/2 കപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ അരച്ച ഇതിലേക്ക് ഒഴിച്ചില്ല, അതും 1/2 കപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മൈദ ഫുള്ളായി ഇട്ട് കൊടുത്തത് അതുപോലെ നല്ലൊന്ന് അങ്ങനെ 2-3 മിനിറ്റ് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ചെറു തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം. ഒരു പാത്രത്തിൽ ലേശം നെയ്യ് തടവിയിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ. ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് അതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ബദാം പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബദാമോ കശുവണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ചക്കൊക്കെ ഇനി ബാക്കി വരുമ്പോൾ ഇതുപോലൊക്കെ ചെയ്താൽ മതി കേട്ടോ. ബാക്കി കളയൊന്നും വേണ്ട, ഇതുപോലൊക്കെ ചെയ്തെടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല
ടേസ്റ്റാണ്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകും, അത്രയും ടേസ്റ്റാണ്. സോഫ്റ്റാണ്. അപ്പോൾ അലുവേൻ്റെ ഒക്കെ ചക്കൻ്റെ ഒരു അലുവ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ചക്ക അലുവ എന്നൊക്കെ പറയാം. ഇനി അടുത്തത്, ഇനി നമുക്ക് ചക്ക കൊണ്ട് തന്നെ ഒരു ഐറ്റം കൂടി തയ്യാറാക്കി നോക്കാം. അതും ഇതുപോലെ തന്നെ 2 ശർക്കര ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് അരച്ചതിൻ്റെ ബാക്കി, നേരത്തെ നമ്മൾ അരച്ചതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ, ബാക്കി അതിൻ്റെ ബാക്കി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലൊക്കെ ചെയ്യാൻ. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. കണ്ട, കൈ വെക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 4-5 മിനിറ്റൊക്കെ ഇതുപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. ഞാനിത് പച്ചയിൽ ചക്ക വേവിക്കാതെ പച്ചയിൽ അരച്ചിട്ടുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഇപ്പോൾ വേവിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. രണ്ട് ടേസ്റ്റാണ്. ഇത് വേറൊരു ടേസ്റ്റാണ്, മറ്റേത് പച്ചയിലാവുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പാകമായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. എത്ര കഴിച്ചാലും മതി വരാത്തൊരു സംഭവമാണ്. കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ എത്ര കിട്ടിയാലും മതി, അത് അത്രയും ടേസ്റ്റുള്ളൊരു സാധനം. ചക്കൊക്കെ ഇനി കിട്ടിയതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും.